عن عطاء الخراساني رحمه الله قال إني لا أوصيكم بدنياكم أنتم بها مستوصون وأنتم عليها حراس وإنما أوصيكم بآخرتكم فخذوا من دار الفناء لدار البقاء. നമ്മൾ നേരത്തെ പറഞ്ഞു ദുനിയാവ് സമ്പാദിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. എത്ര വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാം. പക്ഷെ മനസ്സ് ദുനിയാവുമായി ഇണങ്ങിച്ചേരരുത്, ദുനിയാവിനോട് ലയിച്ചു പോകരുത് എന്ന് മാത്രം. പക്ഷെ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരെപ്പോഴും ആഖിറത്തിനെ കുറിച്ച് ഉപദേശിക്കുന്നത്? നിങ്ങൾ ദുനിയാവ് സമ്പാദിക്കുക എന്നിങ്ങനെ പ്രോത്സാഹിപ്പിക്കാതെ അത് പറയുന്ന 1-2 ആയത്തുകൾ ഖുർആനിലുണ്ട്. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാ. ഇങ്ങനെ എണ്ണപ്പെട്ട ചില ആയത്തുകൾ, അതുപോലെ ചില ഹദീസുകൾ, എണ്ണപ്പെട്ട ചില ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമ്പാദിച്ചുകൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല പണം, ഹലാലായ പണം സാലിഹായ മനുഷ്യന് കിട്ടിയാൽ എത്ര നല്ലതാണ് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൂടുതൽ ആഖിറത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്? അതിന് പിന്നിലുള്ള കാരണം ഇദ്ദേഹം പറയുകയാണ്, ഇന്നി ലാ ഊസിക്കും ബിദുനിയാക്കും, ഞാൻ ദുനിയാവ് സമ്പാദിക്കാൻ നിങ്ങൾക്ക് വസിയത്ത് തരുന്നില്ല, ഉപദേശം തരുന്നില്ല. കാരണം അൻതും ബിഹാ മുസ്തൗസൂൻ, നിങ്ങൾ പരസ്പരം ആ വിഷയം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ധാരാളം ഉപദേശിക്കുന്നുണ്ട് അല്ലേ? ഇന്ന കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാകും, ഇന്ന കാര്യം ചെയ്താൽ വരുമാനം വർദ്ധിക്കും. ഈ കാര്യത്തിൽ ആരും ഒരു വീഴ്ച വരുത്തുന്നില്ല. അത് മുസ്ലിമും കാഫറും ഒക്കെ പരസ്പരം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചില ആളുകൾ, ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, ദാഇമാരായിട്ടുള്ള ആളുകൾ, അവരുടെ ദഅവത്തിന്റെ പ്രധാന ഊർജ്ജം ചെലവഴിക്കുന്നത് ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിരിക്കും. വാക്സിനേഷനെ കുറിച്ച്, ഫുട്ബോളുകളെ കുറിച്ച്, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച്, ഇങ്ങനെ ഹലാലും ഹറാമുമായ കാര്യങ്ങളെ കുറിച്ച് വരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ തൊഴിൽ നേടാനുള്ള മാർഗങ്ങളെ കുറിച്ച് അതൊക്കെ എല്ലാവരും പരസ്പരം ഉപദേശിക്കുന്നുണ്ട്. അതൊരു യഹൂദി ഒരു മുസ്ലിമിനെ കണ്ടാൽ ചിലപ്പോൾ ഉപദേശിച്ചു എന്ന് വരും, ഇന്ന ജോലി ചെയ്താൽ നല്ല വരുമാനം ഉണ്ടാകും എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതിന്റെ ഇൽമ നമുക്ക് ഏത് കാഫിറിന്റെ അടുത്ത് നിന്നും ഇഷ്ടംപോലെ കിട്ടാനുമുണ്ട്. അതുകൊണ്ട് ഞാൻ ദുനിയാവിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല. വഅൻതും അലൈഹാ ഹുറാസ്, നിങ്ങൾക്കതിൽ അതീവ താല്പര്യവുമുണ്ട്. ഉപദേശിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതിൽ വലിയ താല്പര്യവുമുണ്ട്. വഇന്നമാ ഊസിക്കും ബിആഖിറതിക്കും, ഞാൻ ആഖിറത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഉപദേശിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പറയും, നമ്മളെ പള്ളിയിലൊക്കെ പോയാൽ വെറും പരലോകത്തിനെ കുറിച്ചുള്ള ഖുത്ബ മാത്രമേ ഉള്ളൂ, എന്നാൽ വേറെ ചില വിഭാഗങ്ങൾ അവരുടെ പള്ളിയിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടി ഉപദേശിക്കുന്നുണ്ട്. അത് നമ്മൾ ദുനിയാവിനെതിരായതുകൊണ്ടല്ല, ദുനിയാവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലാത്ത അത്രയും താല്പര്യവും അറിവും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതിന് മറ്റു സ്രോതസ്സുകളുമുണ്ട്. പക്ഷെ ആഖിറത്തിന്റെ കാര്യം പറയുന്ന ആളുകൾ കുറവാണ്. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, വഅൻതും അലൈഹാ ഹുറാസ്, നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. വഇന്നമാ ഊസിക്കും ബിആഖിറതിക്കും, ഞാൻ ആഖിറത്തിന്റെ കാര്യമാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. ഫഖുദൂ മിൻ ദാരിൽ ഫനാഇ ലിദാരിൽ ബഖാ, അതുകൊണ്ട് നിങ്ങൾ നശിക്കുന്ന ഈ ഭവനത്തിൽ നിന്ന് എന്നെന്നും നിലനിൽക്കുന്ന ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചു കൊള്ളുക.